അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ, മൈ ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തോട്ടത്തിലാണ്. നമ്മുടെ ഈ മാസത്തെ ഒരു പൂക്കളും കായ്കളുമായിട്ട് തോട്ടം നിറഞ്ഞു നിൽക്കുകയാണ്. ഞാൻ ഈ വർഷം 3ാമത്തെ വിളവെടുപ്പാണ്. അത് ഇന്ന് നാളെയായിട്ട് ഇന്നലെയൊക്കെ ആയിട്ട് വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ഇന്നലെ ഇതുമാതിരി പൂവുണ്ടായിരുന്നു, ഇന്ന് വേറെ അതേമാതിരി പൂവ് കിട്ടുന്നുണ്ട്. ഈ പൂവൊക്കെ ശരിക്ക് കൃത്യമായിട്ട് അടുത്ത മാസം ഇതേ ദിവസം 28-ാം തീയതി 27-ാം തീയതി ആകുമ്പോഴേക്കൊക്കെ ഇതേ പരുവത്തിലാവും. ഇതിപ്പോൾ ഒക്കെ പഴുത്ത് പാകമായ പഴങ്ങളാണ്, നല്ലോണം പഴങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് നേരെ തോട്ടമൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇത് വേണ്ട, ഈ പൂവ് വിരിഞ്ഞ് ഇതിൻ്റെ മുന്നത്തെ പൂ വിരിഞ്ഞു, ഒന്ന് പഴമായി, ഇത് അടുത്ത് വിരിയാനുള്ളതാണ്. അതിൻ്റെ ശേഷം വിരിയാനുള്ളതാണ് ഇത് വേണ്ട. ഇതൊക്കെ ഇപ്പോൾ ഓരോ ദിവസം വിരിയും. ഒരു 10 ദിവസം കൂടി കഴിയുമ്പോൾ ഇത് ഇതേ പരുവത്തിലാവും. അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ 10 ദിവസം കഴിഞ്ഞാൽ ഇത് പരുവത്തിലാവും. അങ്ങനെയാണ്. ഓരോന്നും ഒരു 10 പൂവെങ്കിലും ഉണ്ട്. ഇതൊക്കെ ഇന്ന് വൈകുന്നേരം എന്ന് പറയുമ്പോൾ ഇതൊക്കെ അറക്കാനുള്ള ഒരു ഓരോന്നും ഒരു നല്ലോണം പഴങ്ങളുണ്ട്. ഒക്കെ ഇന്ന് വിരിഞ്ഞ പൂക്കളാണ്. എല്ലാത്തിൻ്റെ ഉള്ളിലും തേനീച്ചുണ്ട്. നിറയെ തേനീച്ച. ഞാൻ വളർത്തുന്ന തേനീച്ച തന്നെയാണ്. അപ്പോൾ ഉള്ളിലൊക്കെ ഉണ്ടാവും തേനീച്ച. ഞാൻ ശരിക്ക് പരാഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ പൊടി ഉണ്ടല്ലോ, ഈ പൊടി ഇതിൻ്റെ ഉള്ളിൽ കാവണം. ഇതുണ്ട്, 2 പൂവാണ് ഒന്നേൻ്റെ ഉള്ളിൽ തന്നെ. ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്. എന്താ വെച്ചാൽ ഞാൻ പറയുന്നത്, ചില ആളുകളൊക്കെ പറയും പൂവിട്ടേക്കണം എന്താ ചെയ്യേണ്ടത്, ചെറിയ പഴമാണല്ലോ വലുതായിട്ടില്ലല്ലോ എന്നൊക്കെ. അത് എങ്ങനെയാണ് അതിൻ്റെ പോളിനേഷൻ നടക്കുക. ഇതിപ്പോൾ തേനീച്ച കൃത്യമായിട്ട് നടക്കും. തേനീച്ച ഇല്ലാത്ത സ്ഥലത്ത് ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ വെക്കുകയാണെങ്കിൽ തേനീച്ച ഒന്നും ഉണ്ടാവില്ലല്ലോ. ഇപ്പോൾ 2 തേനീച്ച ഉണ്ടാവും, ചെറു തേനീച്ചൻ്റെ വലിയ തേനീച്ച. അപ്പോൾ അപ്പോൾ ഒന്നും ചെയ്യണ്ട. ഈ പൂമ്പൊടി ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് എന്തുകൊണ്ടെങ്കിലും വല്ല ബ്രഷുണ്ടോ അല്ലെങ്കിൽ ചെറിയ ബ്രഷോ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ എത്ര പഴങ്ങളുണ്ട്. ഇതൊക്കെ ഏകദേശം ഒരു 900 ഗ്രാം 1 കിലോൻ്റെ അടുത്തൊക്കെ ഉള്ള പഴങ്ങളാണ്. പഴങ്ങളൊക്കെ വലിയ പഴങ്ങളാണ്. ഒക്കെ നല്ല പാകമായ പഴങ്ങളാണ്. ഇപ്പോൾ വെച്ചിട്ട് ഒരു 3 മാസം ആയിട്ടുള്ളൂ. ഈ തൈ വേര് പിടിച്ച തൈ വെച്ചതാണ്. ഇതൊക്കെ ഇപ്പോൾ ഗംഭീരമാളൊക്കെ ആയിക്കോട്ടെ. ഇത് ഞാൻ ടയറ് വെക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പടത്തി വിടാനാണ് ഉദ്ദേശിച്ചത്. മഴയത്ത് ഇങ്ങനെ ചിലതൊക്കെ ഇങ്ങനെ ചീഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അങ്ങനെ മുട്ടുകൾ, എല്ലാ മുട്ടുകളൊന്നും വിരിയില്ല, പക്ഷെ എന്നാലും കൂടുതലും വിരിയുന്ന ഇത് തന്നെയാണ് ഇതിൻ്റെ. ഇതിനപ്പോൾ ഒരു എത്ര പൂക്കളുണ്ട്. ഒരു 15 പൂവ് ഈ ഒരൊറ്റ ഇതിനുണ്ട് എന്ന് പറഞ്ഞു.
അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, എല്ലാവരിലും എത്തിക്കുക. എൻ്റെ ഫോൺ നമ്പർ ഇതിലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ എല്ലാവരും വിളിക്കുക. തയ്യോ ഫ്രൂട്ടോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ബന്ധപ്പെടുക. എൻ്റെ സ്ഥലം ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടല്ലോ, മാറാക്കര പഞ്ചായത്തിൽ പഞ്ചായത്ത് ഓഫീസിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ AC അറുപ്പ് പറഞ്ഞ സ്ഥലത്താണ്, മലപ്പുറം ജില്ലയിലാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, നിങ്ങളെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. കൃഷിയോട് താല്പര്യമുള്ളവരൊക്കെ ഇതിൻ്റെ 1-2 തയ്യെങ്കിലും വീട്ടിൽ കൊണ്ടുവയ്ക്കുക. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരുപാട് വിറ്റാമിൻസ് ഉള്ള ഒരു പഴമാണ്. അപ്പോൾ എല്ലാവരും ഇത്തരം കൃഷിയിലേക്ക് വരിക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നന്ദി, നമസ്കാരം.